ഹായ്, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ശ്രീ മഹാ ആഞ്ജനേയ സ്വാമി ക്ഷേത്രത്തിലാണ്. അതിൻ്റെ ആ ക്ഷേത്രത്തിൻ്റെ സന്നിധിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭയങ്കര ഒരു വൈബാണ്. ഭയങ്കര വൈബുള്ള, ഭയങ്കര വൈബ്രേഷനുള്ള ഒരു സ്പിരിച്വാലിറ്റിയിൽ നോക്കുകയാണെങ്കിലും വളരെയധികം ഒരു വൈബ് നമുക്ക് കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഇത് മറ്റെങ്ങുമല്ല, നമ്മുടെ വെമ്പായത്ത് നിന്ന്, നമ്മുടെ വെഞ്ഞാറമൂടിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ വെമ്പായത്ത് നിന്ന് വേങ്കവിള എന്ന സ്ഥലത്താണ്. വേങ്കവിള എന്ന സ്ഥലത്ത് നിന്ന് നമുക്കൊരു 300-350 മീറ്റർ ട്രെക്കിംഗ് ഉണ്ട്. നമ്മൾ നടന്ന് കയറേണ്ടി വരും. അവിടെ വണ്ടി വരാൻ ബുദ്ധിമുട്ടുണ്ട്. ടൂ വീലറിൽ ഒരു പരിധി വരെയൊക്കെ വരാം. അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ താഴെയായിട്ട് ഒരു ചർച്ചുണ്ട്. ആ ചർച്ചിൻ്റെ ഭാഗത്തായിട്ട് നമ്മൾ വണ്ടി വയ്ക്കുക, എന്നിട്ട് കയറി വരിക. എന്നിട്ട് ആ 300 മീറ്റർ കഴിഞ്ഞ് നിങ്ങൾ വരുമ്പോൾ ഈ കാണുന്നില്ലേ, ഇതുപോലത്തെ ഭയങ്കര വൈബാണ്. ഒരു 300-350 മീറ്റർ പൊക്കത്തിൽ, ഉയരത്തിൽ ഈ സറൗണ്ടഡ് ആയിട്ടുള്ള വലിയൊരു പാറ, വലിയൊരു മലയുടെ മുകളിലാണ് ഈ ക്ഷേത്രം ഇരിക്കുന്നത്. ഇത് പലർക്കും അറിയില്ല. നമ്മളെ നാട്ടിലെ തൊട്ടടുത്തുള്ള വളരെ നല്ലൊരു സ്ഥലമാണ്. ഇവിടെ ഇവിടെയുള്ള ആൾക്കാർ വരുന്നുണ്ട്, ഇവിടെയുള്ള അടുത്തുള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ വന്ന് കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. കാരണം ചരിത്രം ഉറങ്ങുന്ന, വളരെയധികം കഥ അല്ലെങ്കിൽ ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു മണ്ണാണിത്. കാരണം ഇന്നും ഇന്നലെയല്ല, ത്രേതായുഗത്തിൽ ശ്രീരാമൻ്റെ ആ കഥ നടക്കുന്ന, രാമായണം നടക്കുന്ന ഒരു സമയം, ആ സമയത്ത് ഉള്ള അവിടം മുതലേ പ്രശസ്തമായ ഒരു സ്ഥലമാണ്. കാരണം ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടുത്തെ പാറകൾ കാണുമ്പോൾ മനസ്സിൽ സാധാരണ പാറകൾ പോലെയല്ല, അതിനൊരു വ്യത്യസ്തത ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ സ്ഥലത്തിൻ്റെ പേര് തന്നെ തിരിച്ചിട്ട പാറ എന്നാണ്. തിരിച്ചിട്ട പാറ. അപ്പം അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഹനുമാൻ, അതായത് രാമൻ നമ്മുടെ സീതയെ തട്ടിക്കൊണ്ടുപോയ ആ സമയം, അപ്പം അവിടെ സേതുബന്ധനം, അല്ലെങ്കിൽ കടലിൽ ഇത് നിർമ്മിക്കുന്നതിന് വേണ്ടി, പാലം നിർമ്മിക്കുന്നതിന് വേണ്ടി ആ സമയത്ത് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത്, പാലം നിർമ്മിക്കുന്നതിന് വേണ്ടി രാമൻ ബാലിയും ജാമ്പവാനും അവരൊക്കെ പാറകൾ, നല്ല പാറകൾ കൊണ്ടുവരാൻ വേണ്ടി പല സ്ഥലങ്ങളിലേക്ക് ആൾക്കാരെ അയച്ചു. അങ്ങനെ ഹനുമാൻ ഈ ദിക്കിലേക്ക് വന്നു ഇവിടെ വന്ന് ഈ ഏരിയ കണ്ടില്ല, ഇത്രയും പാറകളാൽ ഇങ്ങനെ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. ഇവിടെ നിന്ന് ഈ ഭാഗത്തുനിന്ന് പാറ ഉയർത്തി കൊണ്ട് അവിടെ ചെന്നു വന്നതാണ്. അപ്പോൾ ചെന്നപ്പോൾ ഇവർ ഉദ്ദേശിച്ച തരത്തിലുള്ള പാറ ആയിരുന്നില്ല എന്നും ശ്രീരാമചന്ദ്രൻ ഇത് തിരികെ കൊണ്ട് അതേ സ്ഥാനത്ത് തന്നെ ഇടണം എന്ന് പറഞ്ഞു എന്നുമാണ്. മറ്റൊരു കഥയെന്ന് പറയുന്നത്, രാവണ യുദ്ധസമയത്ത് ലക്ഷ്മണന് പരിക്കേൽക്കുന്ന സമയമാണ്. അപ്പോൾ അതിൽ ലക്ഷ്മണന് പരിക്കേറ്റപ്പോൾ മൃതസഞ്ജീവനി എടുക്കുന്നതിന് വേണ്ടി വളരെ പെട്ടെന്ന് ഇവിടെ ഹനുമാനെ ഇങ്ങനെ പറഞ്ഞു വിടുകയാണ്, മരുത്വാമലയിലേക്ക് പറഞ്ഞു വിടുകയാണ്. അഗസ്ത്യാർകൂട ഭാഗമാണ്. ഇവിടെ കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ കഥയാണ് നമുക്ക് ആപ്റ്റായിട്ട് തോന്നുന്നത്. കാരണം ഇതിൻ്റെ കിഴക്കായിട്ട് ഞാൻ നോക്കുന്ന സ്ഥലം ഈ കിഴക്ക് ഭാഗമാണ്. ഈ കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് കറക്റ്റ് നമ്മൾ ഗൂഗിൾ മാപ്സിൽ നോക്കിക്കഴിഞ്ഞാൽ അഗസ്ത്യാർകൂടമാണ്. ഇവിടെ എല്ലാം മരുന്നുകൾ നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ ഭാഗത്തായിരിക്കാമെന്ന് പറഞ്ഞിട്ട് മൃതസഞ്ജീവനി കൊണ്ടുവരാൻ വേണ്ടി, അല്ലെങ്കിൽ മരുന്ന് കൊണ്ടുവരാൻ വേണ്ടി പോകുന്ന ഒരു ഭാഗത്തെ പറ്റി പറയുന്നത്. അപ്പം ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ നോക്കി. ഇതിൻ്റെ ഇടയ്ക്ക് ഈ മലകൾ എടുത്തുകൊണ്ട് പോയി ഭഗവാനെ കൊണ്ട് കാണിച്ചു എന്നാണ് ഒരു ഇത് പറയുന്നത്. മൃതസഞ്ജീവനി പറിക്കാൻ പോകുന്ന, മൃതസഞ്ജീവനി എവിടെയാണെന്ന് അപ്പം അങ്ങനെ ഒരു ഹനുമാൻ ഇങ്ങനെ ഒരു ഐഡിയ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് എവിടെന്നെങ്കിലും ആ പർവ്വതത്തെ പൊക്കിയെടുത്തുകൊണ്ട് പോയി കൊണ്ട് സമർപ്പിക്കണം. അങ്ങനെ ഇവിടെയുള്ള ഈ ഭാഗത്തുള്ള മലയെ ഹനുമാൻ പൊക്കിയെടുത്ത് കൊണ്ടുപോയി ശ്രീരാമൻ്റെ അരികിൽ കൊണ്ടുവച്ചു വന്നു. അപ്പോൾ ഇത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, ഈ പൊക്കിയെടുക്കുന്ന സമയത്ത് ഈ മലയുടെ ഒരു ഭാഗത്തായിട്ട് ശിവലിംഗം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞ് ഹനുമാൻ പിന്നീടാണ് അത് മനസ്സിലാക്കിയത്. അത് മനസ്സിലാക്കിയപ്പോൾ ഹനുമാൻ തന്നെ അത് തിരിച്ച് കൊണ്ട് ആ പാറയെ തിരിച്ചു കൊണ്ടിടുകയാണ്. അതായത് തിരിച്ചിട്ട പാറ കൊണ്ട്, അതായത് ഹനുമാൻ സ്വാമി കൊണ്ടുപോയിട്ട് തിരിച്ച് കൊണ്ടിട്ട പാറയായിട്ടാണ് പറയുന്നത്. അപ്പം നമുക്ക് ഇവിടെ കാണാം, ഈ ഭാഗത്തുള്ള പാറകളൊക്കെ സ്കാറ്റേഡ് ആയിട്ടാണ് കിടക്കുന്നത്. ഇവിടെയുള്ള ബാക്കിൽ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ കാടാണ്, നല്ല കാടാണ്.
പക്ഷേ ഈ പാറകളെല്ലാം സ്റ്റേബിൾ ആയിട്ടുള്ളതാണ്. ബാക്കിയുള്ള പാറകളെല്ലാം ഇങ്ങനെ ആരോ കൊണ്ട് ഇട്ടതുപോലെ, അത് ഓരോ പാർട്ടായിട്ട് ഇട്ടതുപോലെ ഇങ്ങനെ ഈ ഭാഗത്തായിട്ട്, കാടിൻ്റെ ഈ ഭാഗത്തായിട്ട് നമുക്ക് ഇവിടെ കാണാം. അങ്ങനെ ഒരുപാട് കഥകൾ, ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന, ഒരുപാട് കഥകളുള്ള, ഒരുപാട് ചരിത്രമുള്ള ഒരു ക്ഷേത്രമാണ്. ഹനുമാൻ സ്വാമി വളരെ വൈബ്രൻ്റായിട്ട് ഇവിടെ ഉണ്ട്. നമുക്കിവിടെ നിങ്ങളിവിടെ വന്നാൽ ഇവിടെ ദർശിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഭാഗത്താണ് നമ്മുടെ ഹനുമാൻ സ്വാമി ഇരിക്കുന്നത്. ഹനുമാൻ സ്വാമി ഞാനിരിക്കുന്നതിന് ഈ ഭാഗത്താണ്, ആ ഭാഗത്തായിട്ടാണ് ഹനുമാൻ സ്വാമി. ഇതൊരു കുളമുണ്ട്, അത് പറ്റാത്തൊരു നീരുറവയാണ്. ഇവിടെ നിന്ന് നേരെ നമ്മൾ കിഴക്ക് ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ആ കിഴക്ക് ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ശിവലിംഗം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പകരമായിട്ട് സിംബോളിക്കായിട്ട് അവിടെ ഒരു ശിവലിംഗമില്ല, അതിനൊരു സിംബോളിക്കായിട്ട് വച്ചിരിക്കുന്നതായിട്ടാണ് കാരണം അതിന് പിന്നിലും ഒരു കഥയുണ്ട്. ഇവിടെ നഞ്ചമ്മ എന്ന് പറയുന്ന ഒരു യുവതി ഉണ്ടായിരുന്നു. അവർ ഭയങ്കര ശിവഭക്തിയായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഈ താഴെ നിന്ന് ഈ മുകളിലേക്ക് കയറി വന്ന് അവരിവിടെ എന്നും തുടച്ച് വൃത്തിയാക്കി മുറ്റമടിച്ചെല്ലാം റെഡിയാക്കി പൂക്കളൊക്കെ പോറ്റിക്ക് കൊണ്ട് വയ്ക്കുമായിരുന്നു. അങ്ങനെ അവർ കുറേ നാൾ കഴിഞ്ഞിട്ട് വിവാഹം കഴിച്ചു. അപ്പോഴും ആ വിവാഹം കഴിച്ചപ്പം കുട്ടികളൊന്നും ഉണ്ടായില്ല. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കുട്ടികളുണ്ടാകുന്നു. എന്നിട്ട് ഗർഭിണിയായ സമയത്ത് ഇവിടെ നിന്ന് ഇതുപോലെ കഷ്ടപ്പെട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ കയറി വരുമായിരുന്നു. ഇവിടെ അങ്ങനെ ആയിരുന്നിട്ട് അപ്പോൾ അവിടെ തൂക്കാനും തുടയ്ക്കാനും ഒക്കെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം രാത്രി അവർക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയൊക്കെ എത്തിയപ്പോഴത്തേക്കും അവരുടെ സ്വപ്നത്തിൽ ഭഗവാൻ ശിവൻ ദർശനം കൊടുത്തിട്ട് പറഞ്ഞു, ഇനി ഇവിടെ ഞാൻ നിനക്ക് വേണ്ടി താഴേക്ക് വരാമെന്ന് സ്വപ്നത്തിൽ പറയുന്ന ഒരു ഭാഗം കൂടെയുണ്ട്. അപ്പോൾ അതിനുശേഷമാണ് ആ ശിവലിംഗം പിറ്റേന്ന് പോറ്റി വന്ന് നോക്കുമ്പോൾ ശിവലിംഗം ഇവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയും കൃത്യമായിട്ടും താഴെ ഈ കിഴക്ക് ഭാഗത്ത് താഴെയായിട്ട് മറ്റൊരു അമ്പലം കൂടെയുണ്ട്. അവിടെ ഇപ്പോൾ ശിവനും വിഷ്ണുവും ചേർന്നുള്ള രൂപമാണ് കാണുന്നത്. അവിടെയാണ് പിന്നീട് ഭഗവാൻ പോയതെന്നും ഉള്ള ഐതിഹ്യങ്ങൾ ഇതിൻ്റെ പിറകെ. അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു അമ്പലമാണ്. നിങ്ങൾ വരിക, ദർശിക്കുക. ഓക്കെ, ഇവിടെ വന്ന് കാണുക. വളരെ മനോഹരമാണ്, വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നിങ്ങൾ വരിക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.